എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. ചില മതനേതാക്കന്മാർ യേശുവിനെ കുടുക്കുവാൻ ശ്രമിച്ചു. കൈസറിന്, അതായത് റോമ ചക്രവർത്തിക്ക് നികുതി നൽകണമോ എന്നാണ് കർത്താവിനോട് ചോദിക്കുന്നത്. അതേ എന്ന് യേശു പറഞ്ഞാൽ അവൻ റോമ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്നവനാണ് എന്ന് ആളുകൾ ചിന്തിക്കും. ഇല്ലെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുമായിട്ട് പ്രശ്നങ്ങളുണ്ടായ ആളാണ് എന്ന് ജനങ്ങൾ വിചാരിക്കും. കർത്താവ് പറയുന്നു, കൈസറിൻ്റെ മുഖമുള്ള ഒരു നാണയം കൊണ്ടുവരാൻ അവരോട് ആവശ്യപ്പെടുന്നു. അവൻ ആ നാണയം കാണിച്ചുകൊണ്ട് അവർക്ക് ഒരു ഉത്തരം നൽകുകയാണ്. എന്തെങ്കിലും കൈസറിൻ്റേതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നികുതിപ്പണം പോലെ ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടത് എന്തുണ്ടെങ്കിലും അത് ഗവൺമെൻറ്റിന് നൽകുക. എന്നാൽ ദൈവത്തിനുള്ളത് ദൈവത്തിന് നൽകുക. നമ്മുടെ ഹൃദയം, നമ്മുടെ ആരാധന, നമ്മുടെ ജീവിതം തന്നെയും ദൈവത്തിന് സമർപ്പിക്കുക. നമ്മുടെ സർക്കാരിനെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. എന്നാൽ അതിലും പ്രധാനമായി നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവനുള്ളവരാണ്. അപ്രകാരം ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം ആശംസിക്കുന്നു.